എല്ലാവർക്കും ബിഹൈൻഡ് ദ സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഡിസംബർ 25 ഇറങ്ങാൻ പോകുന്ന നിവിൻ പോളിയുടെ സർവമായ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയെ പറ്റി സംസാരിക്കാനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിവിൻ പോളിയുടെ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ആൾക്കാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളൊന്നും ശരിക്കും ഒരു പോസിറ്റീവ് റിപ്പോർട്ട്സ് വരാത്തതിന്റെ ഒരു ഇതോ അല്ലെങ്കിൽ നിവിന്റെ ഒരു തിരിച്ചുവരവ് നോർമൽ അല്ല. നിവിന്റെ ആരാധകരും നോർമൽ പ്രേക്ഷകരും ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് വരുന്നതാണ്. അതിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടർ അഖിൽ സത്യനാണ്. അപ്പോ പുള്ളി നമ്മള് പാച്ചൊക്കെ കണ്ടാക്കുമ്പോ അടുത്ത സിനിമ ഏതായിരിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് നമ്മൾ അറിയണത് പാച്ചൊക്കെ ആദ്യം വിചാരിച്ചിരുന്ന നിവിനെ എന്നുള്ളത്. അപ്പൊ ആളെന്നെ അടുത്ത സിനിമ വന്നു പറയുന്നത് ഗോസ്റ്റ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് തുടങ്ങിയപ്പോ നമ്മള് സിനിമയുടെ പേരാണോ ഒന്നും അറിയില്ല. അന്നപ്പോ ഇതൊരു ഹൊറർ കോമഡി ജോണറിലുള്ള ഒരു സിനിമയാണ് വരാൻ പോണെന്ന് പറഞ്ഞു നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. പിന്നെ നിവിൻ അജു കോംബോ ഈ കോമഡി ആണെന്നുണ്ടെങ്കിൽ നിവിന്റെ അതുപോലെ തന്നെ നിവിന്റെ കൂടെ അജു ഉള്ളതും ഈ ഹൊറർ കോമഡി നമ്മുടെ കൂടെ അത്ര ഉപയോഗിക്കാത്തൊരു സാധനമാണെന്ന് കേട്ടിട്ടുണ്ട് മലയാളത്തില്. അല്ല, എനിക്ക് തോന്നുന്നത് ഹൊറർ കോമഡി വന്നതിൽ വളരെ നല്ല സിനിമകളുണ്ട്. അതായത് ഇപ്പോ ഇൻഗോസ്റ്റ് ഹൗസിന് മുതൽ രോമാഞ്ചവും ആടി കപ്പിയാരെ കൂട്ടമൊക്കെ തുടങ്ങി ഉള്ള സിനിമകളും സത്യത്തിൽ ആ ജോണറെ നന്നായിട്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാല് തമിഴ്, ഹിന്ദി തുടങ്ങിയ എല്ലാ ഇൻഡസ്ട്രിയിലും ഒരു കൊല്ലം മിനിമം ഒരു സിനിമ വെച്ചിട്ടെങ്കിലും ഉണ്ടാവും. അപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ തമിഴ് ഉൾപ്പെടെ മോശം അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അല്ല, തമിഴ് കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. യൂണിവേഴ്സിന്റെ ആദ്യത്തെ ഫെയിലിയർ ഈ സിനിമ ആയിരിക്കും നമുക്ക് ഊഹമുണ്ടായിരുന്നു. അപ്പോ നമുക്ക് ആദ്യം ക്രൂവിനെ പറ്റിട്ട് പറയാം. അപ്പോ സിനിമയുടെ ഡയറക്ടർ തന്നെയാണ് സിനിമയുടെ റൈറ്റർ, അതേപോലെ ഒരു എഡിറ്റർ, അതെ. അപ്പോ അതായത് ഒരാൾ എഴുതിയത് അയാളുടെ വിഷൻ തന്നെ അയാൾക്ക് സംവിധാനം ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. അത് ചെയ്യാൻ സുഖം എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ അടുത്തത് സിനിമയുടെ DOP ശരൺ വേലായുധൻ. അദ്ദേഹം തന്നെ പാച്ചുവിന്റെ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള വർക്ക്. സൂക്ഷ്മദർശിനി സൂക്ഷ്മദർശിനി കിട്ടില്ല. പിന്നെ സൗദി വെള്ളക്ക, അമ്പിളി അതുപോലെ തന്നെ വർക്കായിരുന്നു. അപ്പൊ അത് നിവിൻ ആ പാടത്ത് കൂടെ നടന്നു വരുന്ന ഷോട്ട് നമ്മൾ ആ പോസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിവിനും വരുന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഇന്നിപ്പോ 2 സോങ് ഇറങ്ങിയിട്ടുണ്ട്. അതിലെ രണ്ടാമത്തെ സോങ് വിഷ്വല് കാണുമ്പോ തന്നെ DOP എത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. സോങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മ്യൂസിക് ഡയറക്ടർ ജസ്റ്റിൻ പ്രഭാകരൻ ഇപ്പൊ നമുക്ക് ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാളാണ്. ഇപ്പൊ ഹൃദയപൂർവ്വം ലാസ്റ്റ് വന്നത്. അദ്ദേഹത്തിന്റെ മുൻ വർക്കുകളും വളരെ വളരെ നല്ല വർക്കുകളാണ്. ഇപ്പൊ പാച്ചു ആവട്ടെ, രാധേശ്യാം, സിനിമ എങ്ങനെ ആവട്ടെ, മ്യൂസിക്, ഡിയർ കോമ്രേഡ് ഭയങ്കര വർക്കാണ്. ഇപ്പൊ അദ്ദേഹം അതായത് അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യൽ സംഗതിയുണ്ട്. കുറച്ച് തമിഴ് ടച്ച് ഉള്ള ഒരു ഫോക്ക് ടൈപ്പ് ആയിട്ടുള്ള മ്യൂസിക് ഭയങ്കരമായിട്ട് വരും. ഇപ്പൊ ഇതിലത്തെ 2 സോങ് വന്നു. രണ്ടും നല്ല മലയാളി അല്ല കമ്പോസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള അതാണ് ഹൃദയപൂർവ്വം ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നു. ഒരു മലയാളി അല്ലാതെ ആൾക്കാർക്ക് അതൊരു അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ രത്തിൻ രാധാകൃഷ്ണനാണ് സിനിമയുടെ 2ാമത്തെ എഡിറ്റർ. പുള്ളി നമ്മുടെ ഇരുമുഖൻ സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ടെക്നിക്കൽ ക്രൂ നോക്കുമ്പോ ഗംഭീരമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻ കൊറിയോഗ്രാഫി നമ്മള് DSCയുടെ സമയത്തെ പറയണ്ടായിരുന്നു. അടുത്തൊരു ഹൊറർ പടം കിങ്സൺ വരാൻ പോകുന്നതെന്നാണ്. അതായത് ഇതിലത്തെ ഫൈറ്റ് കൊറിയോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് സീനുകൾ ആയിട്ടുള്ള ഇതല്ലെങ്കിലും ആ ഹൊറർ സീൻസിന്റെ കൊറിയോഗ്രാഫി അത് DSCയെ കണ്ടവർക്ക് നന്നായിട്ട് അതെ. അതായത് ആ സീൻസിന് ഒരു കൊറിയോഗ്രാഫി ഉള്ളത് ഭയങ്കര ഒരു സിനിമയിൽ പറയാത്തുണ്ട് എന്നുള്ള കാര്യം ഡയറക്ടർ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു സാധനം ഉണ്ട് പടത്തില്. പക്ഷെ വലിയ ജംസ്കേഴ്സ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അതായത് കുടുംബം കുട്ടികളായിട്ട് പോയിട്ട് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കാണാൻ പറ്റിയ തരത്തിലുള്ള രോമാഞ്ചം അങ്ങനെ തന്നെയാണ്. അതിലും പ്രയത്നമുണ്ടല്ലോ. അതുപോലെ തന്നെ ആയിരിക്കട്ടെ. അടുത്ത നമുക്ക് കാസ്റ്റ് നോക്കാം. പറഞ്ഞ പോലെ തന്നെ നിവിൻ അജു കോംബോ നമ്മള് എന്താ പറയാ, അത് വളരെ റയർ ആയിട്ട് വരെയുള്ള ഒരു കോംബോ ആണ്. ഒരു 2 ഹീറോസ് തമ്മിലുള്ളത്. ഇപ്പൊ കുഞ്ചാക്കോ ബോബൻ, വിജയമൻ എന്നൊക്കെ പറയുന്ന പോലെ വളരെ രസകരമാണ്. അപ്പൊ ശ്രീനിവാസൻ, ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ പോലെ. അത് അഖില് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അഖിലിന്റെ ഫാദർ മോഹൻലാലിന്റെ കൂടെ തുടർച്ചയായിട്ട് വർക്ക് ചെയ്യാനുള്ള അതിന്റെ ഒരു കാരണം
കംഫർട്ട്. അവര് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അവർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം, അങ്ങനെ ഒരു സംഗതി പറഞ്ഞു. അപ്പോൾ അത് നിവിനായിട്ട് അങ്ങനെ ഒരു സംഗതി വരണം എന്നാണ് ആഗ്രഹം, അങ്ങനെ അനുഭവപ്പെട്ടു എന്നുള്ളത് പറഞ്ഞു. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾറെഡി ആദ്യത്തെ സിനിമയ്ക്ക് കാസ്റ്റ് ചെയ്ത ഇയാളായിരുന്നല്ലോ. അപ്പൊ രണ്ടാമത്തെ സിനിമയ്ക്ക് വന്നപ്പോ നന്നായി. പിന്നെ അജു വർഗീസ് നിവിൻ കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ അജുവിനെ സിനിമയ്ക്ക് കൊണ്ടുവന്ന് വെച്ചത് തന്നെ നിവിനാണ്. അപ്പൊ ഇനി അടുത്തത് സിനിമയിൽ വരുന്ന കാസ്റ്റുകള് ഹീറോയിൻ ക്യാരക്ടർ ആണെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അത് പ്രീതി മുകുന്ദൻ. ഇപ്പൊ ലാസ്റ്റ് നമ്മള് മേനപ്പിയാർക്ക് മലയാളത്തിൽ അഭിനയിച്ചു. രണ്ടാമത്തെ മലയാള ഫിലിം തോന്നുന്നു. പിന്നെ അടുത്തത് ജനാർദ്ദനൻ. എക്സ്പെഷ്യലി പറയുമ്പോ നമ്മള് ഹൃദയപൂർവ്വത്തിലാണ് ലാസ്റ്റ് കണ്ടത് വലിയ ചെൻ റോളില്. അത് ജനാർദ്ദനെ കണ്ടത് ഭയങ്കര സന്തോഷം. പോസ്റ്ററിൽ മെയിൻ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ കൂടെ തന്നെ ഉണ്ട്. അതേമാതിരി പിന്നെ നമ്മള് അനു അജിത് കുമാർ, എസ്തെറ്റിക്. അവൻ ഹൊറർ സിനിമകളിലൊക്കെ ഇപ്പൊ കാണുകയാണോ എന്നൊരു സംശയം മാതിരി ആളിപ്പോ അതിലുണ്ട്. അദ്ദേഹത്തിന്റെ പോസ്റ്റേഴ്സിന്റെ വർക്ക് എടുത്ത് പറയണം. അവരെ ടീം എസ്തെറ്റിക് ഞാൻ പറഞ്ഞ ടീം ഗംഭീരമാണ്. സർവ്വമ്മയുടെ പോസ്റ്ററൊക്കെ നന്നായിട്ട്. പിന്നെ അതുപോലെ തന്നെ അൽഫോൺസും അൽത്താഫും നിവിന്റെ 2 സുഹൃത്തുക്കൾ. അത് അവര് ക്യാരക്ടർ പോസ്റ്റർ ഒന്നും വന്നില്ല, പക്ഷെ നിവിൻ പേളിമണി ഷോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുണ്ട് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ ഉണ്ട് എന്നുള്ളൊരു വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. ആക്ടർ വിനീത് സിനിമയിലുണ്ട് എന്നുള്ളതും ഒരു വാർത്ത കേൾക്കുന്നത്. അതായത് വിനീതിന്റെ പെർഫോമൻസ് ഇമ്പോർട്ടന്റ് അതില്. അത് ആ ക്യാരക്ടർ ഭയങ്കര രസം. അതായത് ഇപ്പോ നമ്മളിപ്പോ എക്കോ കണ്ടപ്പോഴും ഇരുത്തം വന്ന നടനാണ് അദ്ദേഹം, ഒരു സംശയമില്ല കാര്യത്തില്. അതേമാതിരി പിന്നെ മധു വാര്യര്. ഇപ്പൊ ഫസ്റ്റ് ക്യാരക്ടർ പോസ്റ്റ് വന്ന മധു വാര്യരായിരുന്നു. പിന്നെ രഘുനാഥ് പലേരി. അതെ, രഘുനാഥ് പലേരി ഒരു നമ്പൂതിരിയുടെ വേഷമായിട്ട് കാണിച്ചു. രഘുനാഥ് പലേരി സത്യനന്ദിക്കാട് എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അപ്പോ ഇത്രയും ചുരുക്കം കാസ്റ്റേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ചുരുക്കം ആൾക്കാരെ ഉള്ളു സിനിമയിൽ നിന്ന് കാണാം. അപ്പോ ആ സിനിമയുടെ ഒരു ഫീൽ ഗുഡ് ഫിലിം എന്നുള്ള നിലയ്ക്ക് ഒരു ഗിറ്റാറിസ്റ്റ് ആയിട്ട് നിവിനെ കാണിക്കുന്നുണ്ട്. അതായത് ഇന്ന് വന്ന പാട്ടില് ഗിറ്റാർ വായിക്കുന്നതായിട്ട് കാണിക്കും. ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ഗ്രൂപ്പിന്റെ ആയിട്ട് ഒരു സംഗതി കാണിച്ചു. ഇതില് നിവിൻ പോളി അജുവിനെ അസിസ്റ്റ് ചെയ്യണ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിപ്പോ അവര് ആ ഷോയിൽ വന്നപ്പോ പറഞ്ഞു കസിൻസ് ആണ് അത്ര അവര്. അതായത് അയാള് നിവിൻ പോളി ഇതില് എന്താ പറയാ ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആളുമാണത്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഇമ്പോർട്ടന്റ് മണിയാണ് എന്നുള്ള തരത്തിലാണ് സോങ്ങിലും കാണിക്കണ്ടല്ലോ. അപ്പൊ അത് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് വെക്കേഷൻ, കുട്ടികളൊക്കെ ലീവാണ്, എല്ലാവർക്കും കൂടിയിട്ട് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ. അതുപോലെ തന്നെ നിവിൻ പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനപ്രിയ നായകൻ എന്നൊരു ടാഗ് പുള്ളിക്കും ഉണ്ടായിരുന്നു. കാരണം അത്രയും ഫാമിലി ഓഡിയൻസിനെ കയറ്റിയിരുന്ന ഒരു. കാരണം ലാലേട്ടനൊരു കട്ടക്ക് നിന്നിരുന്നത് സത്യത്തിൽ അത് ബോക്സ് ഓഫീസ് സമ്മതിക്കില്ലെങ്കിൽ നിവിനായിരുന്നു സത്യത്തില്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുറെ സിനിമകള് മോശമായി വന്നപ്പോഴാണ് പല ആക്ടേഴ്സിന്റെയും മാർക്കറ്റ് ഇവിടെ വേറെ തരത്തിലായത്. പിന്നെ ഇപ്പോ സത്യം പറയുകയാണെങ്കിൽ സർവമായ ഒരു ക്ലാഷ് റിലീസാണ്. ലാലേട്ടന്റെ ഋഷഭ വരുന്നുണ്ട് അതിപ്പോ അത് പിന്നെ പ്രോപ്പർ ഒരു മലയാളം ഫിലിം അല്ലാത്ത കാരണം കൊണ്ടാണ്. അപ്പൊ നമ്മൾ അതിനെ കൂട്ടാത്തത്. അപ്പോ എന്തായാലും നമുക്ക് ഈ ക്രിസ്മസ് വെക്കേഷന് വളരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവി കാണാൻ കഴിയും. റൈറ്റിംഗ് ബെസ്റ്റ് ആവട്ടെ.